വൈകാരികമായൊരു ബന്ധമുള്ള ആൾ കൂടിയാണ്. ആ ബന്ധം കൂടി പ്രകടമാകുന്ന ഇപ്പം വിഷ്ണുട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു. സാധാരണ ഗവൺമെൻറ് കോളേജിലെ KSU പ്രവർത്തകരായി വന്നു. അവിടുന്ന് കേരളത്തിൻ്റെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കൊക്കെ ഞങ്ങളൊക്കെ എത്തിയതിൻ്റെ പുറകിലെ പ്രചോദനം എന്ന് പറയുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളിലെ KSUക്കാരെ കണ്ടെത്തിയതും ഇതുവരാക്കിയതൊക്കെ ഉമ്മൻചാണ്ടി സാറുടെ പ്രസൻസാണ്. ഇപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി നീക്കിവെച്ചു. ഇപ്പോഴും ആ പേര് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിക്കുക. ഇന്നിപ്പോൾ തന്നെ അനുസ്മരണ ദിവസം നടക്കുക, അനുസ്മരണ ദിനം നടക്കുക. ഔദ്യോഗികമായ അനുസ്മരണ പരിപാടികൾക്കപ്പുറം കേരളത്തിലുടനീളം മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെ പേരിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾ, യൂണിറ്റുകൾ, വ്യക്തികൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ വീൽ ചെയർ ആവാം, അതല്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങളാവാം. ചെറുതോ വലുതോ ആയിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട. ഷോട്ടൻ സൂചിപ്പിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ്റെ ആരോഗ്യം നോക്കാതെ ഓടിയ ഒരാൾ. ആ ഓട്ടത്തിന് ഇപ്പോൾ കാലശേഷവും സാധാരണക്കാരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ പേര് വരിക. അപ്പം ആ പേര് അത് നമുക്ക് ഒരു കൂടെ ഇല്ല എന്നുള്ള ശൂന്യത ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ തുടരുകയാണ്. കാലശേഷവും ഉമ്മൻചാണ്ടി എന്ന നാമവും ആ സേവനവും ഈ നാട്ടിലെ ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും.